ഇതിന്റെ ജന്മദേശം വിയറ്റ്നാമാണ്. അവിടെ ഇത് മെഡിസിനൽ ഫ്രൂട്ട് ആയിട്ട് അറിയപ്പെടുന്നത്. മാർക്കറ്റിൽ 1500 റേഞ്ച് വിലയുണ്ട്. 1 കിലോ 200 ഗ്രാം വരെയൊക്കെ തോന്നുന്നു. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 40 ഇരട്ടി വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ത്വക്ക്, കണ്ണ്, ഹൃദയം എന്നിവയ്ക്ക് ആവശ്യമായ ആൻറ്റി ഓക്സൈഡുകൾ ഈ പഴത്തിന് ധാരാളമായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തളിരില ഉണ്ടല്ലോ, അത് നമുക്ക് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഗാഗ് ഫ്രൂട്ടിൻ്റെ വിത്ത്. 3-4 മാസം പ്രായമുള്ള തൈകളാണ്. ഇത് മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്നുള്ള വളർച്ചയാണ്, പിന്നെ സ്പീഡാണല്ലോ. കിലോയ്ക്ക് 1500 രൂപ വില വരുന്ന സ്വർഗത്തിലെ ഖനിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ഒരു പഴമാണിത്. ഇത് ഇഷ്ടം പോലെ പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ അരൂക്കുറ്റി വടുതലയിലുള്ള നമ്മുടെ യൂസഫിക്കയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ യൂസഫിക്ക വീടിൻ്റെ മുമ്പിൽ ഒരു പന്തൽ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് മുന്തിരിവള്ളി പടർത്തിയിട്ടിരിക്കുന്ന പോലെ ഇഷ്ടം പോലെ ഗാഗ് ഫ്രൂട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്കായോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ നേരെ പോകാം വീഡിയോയിലേക്ക്. തൻസീലേ, അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര നാളായി ഇവിടെ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ 1 വർഷമായി. 1 ഇയർ ആയി. 1 വർഷം കൊണ്ടുള്ള റിസൾട്ട് ആണ്. അതേ ഇഷ്ടം പോലെ ഇങ്ങനെ പിടിച്ചു കിടപ്പുണ്ട്. നല്ല രീതിയിൽ മുന്തിരി ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന മാതിരി തന്നെ നല്ല ഭംഗിയിൽ നിപ്പുണ്ട്. ശരിക്കും ഇത്രയും പിടിക്കാനാണ് നമ്മൾ എത്ര പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ശരിക്കും നമ്മൾ ഇവിടെ 5 പ്ലാന്റ് ഉണ്ട്. 5ഓളം പ്ലാന്റ്സ് അല്ലേ? ഈ കാണുന്ന 5ഓളം പ്ലാന്റ്സിൽ നിന്നുള്ള റിസൾട്ട് ആണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും മിനിമം നമ്മൾ 5 പ്ലാന്റ്സ് വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതെ അതെ. ഇത് ഈ ചെടിയിൽ ആൺചെടിയും പെൺചെടിയും ഉണ്ട്. ഓക്കെ. അപ്പൊ ആൺചെടിയിലും ആൺപൂവും പെൺചെടിയിൽ പെൺപൂവാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ആൺചെടിയിലെ പൂവ് പെൺചെടിയിലെ പൂവിൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്നാലേ കായ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു മിനിമം 5ഓളം പ്ലാന്റ്സ് സെറ്റ് ചെയ്താലേ നമുക്ക് ഇത് മിക്സഡ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അതെ അതെ. ഇത് ശരിക്കും പൂവിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റും. അതെ അതെ, പൂവിട്ടതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. നമുക്കിത് മിനിമം എത്ര നാളെടുക്കും നമുക്ക് ഇങ്ങനെ ഒരു കായ്ച്ചു തുടങ്ങാനായിട്ട്? നമുക്ക് ഒരു 5-6 മാസം കൊണ്ട് 5-6 മാസം കൊണ്ട് നമുക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 40 ഇരട്ടി വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ബീറ്റാ കരോട്ടിൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി ലൈക്കോഫിനും ഇതിലടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മുടെ ശരീരത്തിലെ ത്വക്ക്, കണ്ണ്, ഹൃദയം എന്നിവയ്ക്ക് ആവശ്യമായ ആൻറ്റി ഓക്സൈഡുകൾ ഈ പഴത്തിന് ധാരാളമായിട്ടുണ്ട്. ഓക്കെ. ഇതിനൊരു ടേസ്റ്റ് എന്താണ് ശരിക്കും? ഇത് പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് ഇല്ല, അതിന് ഗുണങ്ങളാണുള്ളത്. ഓക്കെ. രുചിയില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ടുമായിട്ട് നമുക്ക് ഷേക്ക് അടിക്കാം, ജ്യൂസ് അടിക്കാം, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അതെ അതെ. അപ്പൊ ഇതിന്റെ ഗുണവും ജ്യൂസിന്റെ ടേസ്റ്റും കിട്ടും. അങ്ങനെയാണ് ചെയ്യാറല്ലേ? അതെ അതെ. ഇത് ശരിക്കും ഇതിന്റെ സീഡല്ലേ ഈ കാണുന്നത്? അതെ അതെ. ഇതാണ് നമ്മ മുളപ്പിച്ചെടുക്കുന്ന സീഡ്. ഓക്കെ. ഇതിനകത്താണ് സീഡ് ഉള്ളത് അല്ലേ? അതെ അതെ. ഈ സീഡ് ഓയിൽ എടുക്കാമെങ്കിൽ ഇതിന് 20,000 വരെ മാർക്കറ്റിൽ വിലയുണ്ട്. കിലോ 1 ലിറ്ററിന്? അതെ അതെ. 1 ലിറ്റർ ഓയിലിന് 20,000 രൂപ വില വരുന്നുണ്ടല്ലോ സീഡ് വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സിന് തന്നെ ഏകദേശം 1000-1500 രൂപ വില വരുന്നുണ്ട് കിലോയ്ക്ക്. അതുകൂടാതെ നമുക്ക് ഇത് സീഡ് ഓയിലാക്കി കൊടുക്കാമെങ്കിൽ അതിന്റെ വില. അതെ അതെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് സീഡായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതെ അതെ. ഇതൊക്കെ നമ്മുടെ ഗാഗ് ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ. ഇതിപ്പോ എത്ര മാസം പ്രായമുള്ളതാണ് ബൈ? ഇപ്പൊ 3-4 മാസം. 3-4 മാസം പ്രായമുള്ള തൈകളാണ്. നമുക്ക് ഇതൊക്കെ തൈക ആവുമ്പോ എങ്ങനെ വരും നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ? തൈ ഒരെണ്ണം 200 രൂപ. 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഡെലിവറി ചാർജ് പ്ലസ് ഡെലിവറി ചാർജ്. നമുക്ക് എവിടെയൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും? ഓൾ കേരള അയച്ചു കൊടുക്കും. ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ വിത്ത് ഉണ്ടല്ലേ നമ്മുടെ? വിത്തുണ്ട്. വിത്ത് നമുക്ക് എങ്ങനെ വരുന്നത്? ഇതിന്റെ വിത്ത് 10 വിത്ത് 300 രൂപ. 10 വിത്ത് 300 രൂപ. ഇതെന്താ രണ്ട് കളറ്? ഇത് സാപ്പില് മുക്കി വെച്ചാ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം കായ്ഫലം ആകാനായിട്ട് എത്ര നാളെടുക്കും നമുക്കിത്? മിനിമം ഒരു 6 മാസം കൊണ്ട് കായാവും. 6 മാസം കൊണ്ടാകുന്നുണ്ട്. അതെ അതെ. പിന്നെ വിത്ത് മുളക്കാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 3 മാസത്തോളം വിത്ത് മുളക്കാൻ വേണ്ടി എടുക്കും. ഓക്കെ. ഇത് മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്നുള്ള വളർച്ചയാണ്, പിന്നെ സ്പീഡാണല്ലോ. ആ തുടക്കമായി വരാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി പടപടയുന്ന കാര്യങ്ങളൊക്കെ. അതെ, മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡാണ്, പടർന്ന് കയറിക്കോളും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നല്ല കട്ട പച്ച കളറായിരിക്കും. ഓക്കെ. ആ സമയത്ത് നമുക്കത് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്? അതെ അതെ, കട്ട് ചെയ്ത് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ തളിരില ഉണ്ടല്ലോ, അത് നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാം. തോരൻ വെക്കാനായിട്ട് പറ്റും? അതെ അതെ. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റേജ് എന്താന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറല്ലേ? യെല്ലോ കളറായിരിക്കും. ആ കാണുന്ന കളർ അല്ലേ? ഇത് യെല്ലോ ആണ്. ഈ ഒരു സ്റ്റേജ് അടുത്ത ഇതിലേക്ക് വരുന്ന ഒരു കളറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓറഞ്ച് കളറായിരിക്കും. ഓറഞ്ച് കളർ. ഇതാണ്ടായിരിക്കുന്നു. ഈ നിൽക്കുന്ന ഏതാണ്ടൊക്കെ ഓറഞ്ച് കളർ തന്നെയാണ്.
അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് വരുമ്പോഴത്തേക്കാണ് റെഡ്, അതായത് പഴുത്തതിന് ശേഷമാണ് ഈ കടും റെഡിലേക്ക് മാറുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിപ്പം വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നിർത്തിയിരിക്കുന്നത് അല്ലേ? അതെ. ഇതിപ്പം എത്ര നാളായി ഇപ്പൊ വിളവെടുപ്പ് നടന്നിട്ട്? ഇപ്പൊ ഒരു പ്രാവശ്യം വിളവെടുപ്പെടുത്തുള്ളൂ. ഒരു വട്ടം എടുത്തിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ. പിന്നെ ഇതിന്റെയും പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേ കൊടുക്കാനായിട്ട് ഉള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് അപ്പോൾ ഈ വരുന്നത്? ഇത് 100 രൂപ ഒരു തൈ. ഒരു തൈക്ക് 100 രൂപയാണ് അല്ലേ? ഓക്കെ. മലേഷ്യൻ റെഡ്. മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി അല്ലേ? അപ്പോൾ ഇതും നമുക്ക് ഓൾ കേരള നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെ അതെ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു പീസുകളോട് പിന്നെ കാണുന്നത്